ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2026 ഫെബ്രുവരി 15 മുതൽ 21 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, കുംഭം 3 മുതൽ 9 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ചൊവ്വയും ലാഭസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അലച്ചിൽ, ബന്ധുജനങ്ങൾക്ക് ആപത്ത് എന്നിവ ഉണ്ടാകാനിടയുണ്ട്. സുഖഭോജനവും സുഗന്ധദ്രവ്യ ലാഭവും ഉണ്ടാകും. രോഗം വർദ്ധിക്കാനിടയുണ്ട്. കുടുംബസൗഖ്യവും സമാധാനവും പ്രതീക്ഷിക്കാം. ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും. സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അധികാരികളുടെ പിന്തുണ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്ത്ര പ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും കർമ്മസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കും. സമസ്ത മേഖലയിലും വിജയമുണ്ടാകും. സ്വാതന്ത്ര്യക്കുറവ്, തൊഴിൽ പുരോഗതി, സന്തോഷം എന്നിവ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ പരാജയങ്ങൾ ഉണ്ടായേക്കാം. ശത്രുനാശവും കളത്രസുഖവും ഉണ്ടാകും. ധനനാശവും കുടുംബസുഖവും ഉണ്ടാകും. അപമാനയോഗം കാണുന്നു. അനുഭവ ഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ ചൊവ്വയും ഭാഗ്യസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നിവരും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അലച്ചിലും തൊഴിൽ തടസ്സവും ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യവും ധർമ്മപ്രവൃത്തികളിൽ താല്പര്യവും ഉണ്ടാകും. ധനനാശവും കലഹപ്രവണതയും ഉണ്ടാകാനിടയുണ്ട്. ഭാഗ്യതടസ്സം, സന്താനലാഭം എന്നിവ ഉണ്ടായേക്കാം. ശത്രുശല്യവും വ്രണാദി രോഗങ്ങളും ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. രോഗവർദ്ധനവ്, ഭയം, അപകടം, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. മനപ്രയാസം വർദ്ധിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ചൊവ്വയും അഷ്ടമത്തിൽ ബുധൻ, രവി, ശുക്രൻ എന്നിവരും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഭയം വർദ്ധിക്കും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടാകും. മുഷ്ടാന്ന ലാഭം, ആയുധം കൊണ്ട് മുറിവ് പറ്റൽ, രോഗവർദ്ധനവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ഭാര്യാകലഹം, നയനരോഗം എന്നിവ ഉണ്ടായേക്കാം. കാര്യവിജയം ഉണ്ടാകും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. പിതൃതുല്യർക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ചൊവ്വയും കളത്രസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നിവരും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ബന്ധുക്കൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. കളത്ര ദുഃഖവും കലഹപ്രവണതയും ഉണ്ടാകും. സ്ഥാനപ്രാപ്തിയും വസ്ത്രാഭരണ ലാഭവും പ്രതീക്ഷിക്കാം. സ്ത്രീകളുമായുള്ള കലഹം, ഉറക്കമില്ലായ്മ എന്നിവ അനുഭവപ്പെടും. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തിയുണ്ടാകും. രോഗശമനം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം എന്നിവ പ്രതീക്ഷിക്കാം. രക്തസ്രാവം സംഭവിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ചൊവ്വയും ശത്രുസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നിവരും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായി മെച്ചപ്പെടും. രോഗശമനം ഉണ്ടാകും. സഞ്ചാര തടസ്സം, ശത്രുനാശം, മൃഷ്ടാന്ന ലാഭം എന്നിവ ഉണ്ടാകും. ശത്രുഭയവും ഉചിതമല്ലാത്ത ചിന്തകളും പ്രതീക്ഷിക്കാം. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. സ്ഥാനത്തിനും പുത്രന്മാർക്കും അരിഷ്ടതകൾ ഉണ്ടാകാനിടയുണ്ട്. ശത്രുശല്യവും ഒറ്റപ്പെടലും ഉണ്ടായേക്കാം. നീച സ്ത്രീകൾ നിമിത്തം അപമാനം ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ഗണപതി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് ചൊവ്വയും പുത്രസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നിവരും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും കാര്യവിജയവും ഉണ്ടാകും. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. ധനസ്ഥിതി മെച്ചമായിരിക്കും. ഉപാസനാദി കാര്യങ്ങളിൽ മുടക്കമുണ്ടാകാനിടയുണ്ട്. ബന്ധുക്കളെ കൊണ്ട് ദുഃഖത്തിനിടയുണ്ട്. ഭയം, ദുഃഖം, രോഗശമനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. മനോവിഷമങ്ങൾ അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് ചൊവ്വയും സുഖസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നിവരും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും രോഗവർദ്ധനവും ഉണ്ടാകാനിടയുണ്ട്. അംഗീകാരം, ഭയം, സഞ്ചാര തടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ധനവരവും ശത്രുനാശവും ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. സ്വാതന്ത്ര്യക്കുറവ് അനുഭവപ്പെടും. ഗൃഹവാഹനാദി സൗഖ്യമുണ്ടാകും. കോപം വർദ്ധിക്കും. എടുത്തുചാട്ടം ഒഴിവാക്കുക. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് ചൊവ്വയും സഹോദരസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നിവരും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും കലഹപ്രവണതയും ഉണ്ടാകും. ആജ്ഞാശക്തിയും ശത്രുനാശവും പ്രതീക്ഷിക്കാം. സൽക്കർമ്മങ്ങൾക്കായി യാത്ര പോകേണ്ടതായി വന്നേക്കാം. ബന്ധുക്കളുമായി കലഹത്തിനിടയുണ്ട്. ഭാഗ്യക്കുറവും ധനക്ലേശവും അനുഭവപ്പെടും. വസ്ത്രലാഭം, ഭയം, മാനക്ഷയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അനുഭവഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ ചൊവ്വയും ധനസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നിവരും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. മറ്റുള്ളവരുടെ വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. വസ്ത്രലാഭം, മാനക്ഷയം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. അനാരോഗ്യവും ശത്രുശല്യവും ഉണ്ടാകും. ധനാഗമം പ്രതീക്ഷിക്കാം. സന്താന ഗുണം കുറയും. വസ്ത്രാഭരണാദികൾ ലഭിക്കാനിടയുണ്ട്. സഹോദര ഗുണവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ചൊവ്വയും ജന്മത്തിൽ ബുധൻ, രവി, ശുക്രൻ എന്നിവരും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിദ്യാതടസ്സം ഉണ്ടാവും. വാക്കുപിഴയും അതുമൂലം നഷ്ടങ്ങൾ സംഭവിക്കാനും ഇടയുണ്ട്. ദാമ്പത്യ സൗഖ്യവും വിശേഷ വസ്ത്രലാഭവും ഉണ്ടാകും. സന്താന ഗുണവും സജ്ജന സംസർഗവും പ്രതീക്ഷിക്കാം. സഞ്ചാരക്ലേശം ഉണ്ടാകും. ധനനഷ്ടത്തിനും ദുഃഖത്തിനും സാധ്യത കാണുന്നു. അമിതമായ ചെലവ്, കർമ്മതടസ്സം, ഭാഗ്യസിദ്ധി എന്നിവ ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ചൊവ്വയും വ്യയസ്ഥാനത്ത് ബുധൻ, രവി, ശുക്രൻ എന്നിവരും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്തെ ബുദ്ധിമുട്ടുകൾക്കും ബന്ധുജനങ്ങളുമായി വിരോധത്തിനും സാധ്യത. വസ്ത്രലാഭം, മനപ്രയാസം, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. ഭൂമിലാഭം, അധികാര സ്ഥാനപ്രാപ്തി എന്നിവ ഉണ്ടാകാം. അനാരോഗ്യം, ധനനഷ്ടം എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ മൂലം ദുഃഖം ഉണ്ടാകും. വസ്ത്രാഭരണാദികൾ ലഭിക്കും. രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.